പറ്റിപ്പോയി. ഇങ്ങനെ ഒരു സർക്കാരിനെ നിങ്ങൾക്ക് ഈ രീതിയിൽ കിട്ടുമെന്ന് നിങ്ങൾ വിചാരിച്ചു, പക്ഷെ നടന്നില്ല. സ്ത്രീകളുടെ ഒപ്പമാണ് നമ്മുടെ സർക്കാരെന്ന് എപ്പോഴും പറയുമ്പോഴും സ്ത്രീകൾ കാണിക്കുന്ന എല്ലാ കൊള്ളരുതായ്മകൾക്കും ഒപ്പമാണെന്ന് എപ്പോഴും പറഞ്ഞിട്ടില്ല. സ്ത്രീകൾ കാണിക്കുന്നത് നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, തെറ്റാണെങ്കിൽ തെറ്റെന്ന് തന്നെ പറയുന്നൊരു സർക്കാർ തന്നെയാണ് ഇവിടെ ഉള്ളത്. അതിൽ യാതൊരു സംശയമില്ല. മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഫ്ലോപ്പാണ്, അതിൽ ഞാൻ കൂടുതൽ പറയുന്നില്ല. വേടൻ്റെ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടും നടപടിയും അങ്ങേയറ്റം സ്വാഗതാർഹവും അഭിനന്ദനാർഹവുമായിട്ടുള്ള കാര്യമാണ്. ഉള്ളതുപോലെ പറയാൻ വേണം. അപ്പോൾ ഈ വേടനെ തകർക്കാനും തകർത്തെറിയാനും തളർത്താനും ശ്രമിച്ച ആളുകൾ ഇപ്പോൾ എവിടെയാണ്? ഈ പറഞ്ഞ ആളുകൾക്കൊന്നും ഒരു ഐഡൻറ്റിറ്റിയോ ഒരു കോപ്പും ഇല്ല. ഇപ്പോൾ അന്ന് കൃഷ്ണകുമാറിൻ്റെ ഭാര്യ, അതായത് BJP പ്രസിഡന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ BJPയിലെ ഒരു നേതാവായിട്ടുള്ള ഈ പറയുന്ന കൃഷ്ണകുമാറിൻ്റെ ഭാര്യ വേടനെതിരെ എൻ്റെ നരേന്ദ്രമോദിയെ കളിയാക്കിയാൽ ഞാൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് രംഗത്തേക്ക് വന്നു. എന്നിട്ട് കേസ് കൊടുത്തിട്ട് എന്തായി? BJP അധ്യക്ഷ സ്ഥാനത്ത് നിന്നുള്ള ആളുകളോ അല്ലെങ്കിൽ BJP തന്നെ അവരുടെ അടുത്ത് പറഞ്ഞു ഇനി ഇങ്ങനത്തെ പരാമർശമായിട്ട് പബ്ലിക്കിൽ പോകാൻ പാടില്ല, അത് ഈ BJP എന്ന് പറയുന്നൊരു പാർട്ടിക്ക് നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻഡയറക്റ്റ്ലി പല ആളുകളും സൈബർ പോരാളികളെ പോലെയുള്ള ആളുകൾ വന്നിട്ട്